വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രേമീസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, അത് എങ്ങനെ വരുന്നു, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഈ മിസ് എന്ത് ചെയ്യുന്നു, ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് മിസ് ഇതിൻ്റെ നോട്ട്സ്, കാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ ലൈവ് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അതിനുള്ളതാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. അതുകൂടാതെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, ഓരോ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. താഴെ പോകുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിഷൻ എടുക്കുക. സീറ്റുകളൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ക്ലോസ് ആകും. അതുകൊണ്ട് ഇപ്പം 2.0 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീണ്ടും എല്ലാ ചാപ്റ്ററും ലഭിക്കുന്നതാണ്. സോ മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ടേബിളാണ്. അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ ഈ ടേബിൾ കാണിക്കുന്നത്. നമ്മുടെ ആൽഗെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗേനെ കുറിച്ചുള്ള ഒരു ടേബിളാണ്. ഇതിൽ നിന്ന് തല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോളാം. അതായത് ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗെ, അതിലുള്ള മേജർ പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ എ ബി, അതുപോലെ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്. പിന്നെ സെൽ വോൾ ഉണ്ട്, സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലജല്ല നമ്പറും അതുപോലെ ഹാബിറ്റാറ്റ് കൊടുത്തു. ഫ്രഷ് വാട്ടർ, അതുപോലെ ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടറിലും കാണുമെന്നുള്ളത്. ഫിയോഫൈസി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗയാണ്. അവിടെ ക്ലോറോഫിൽ എ സി, ഫ്യൂക്കോക്സാന്തൻ ആണ് പിഗ്മെന്റ്. സ്റ്റോർഡ് ഫുഡ് മാനിറ്റോള്, ലാമിനാറിൻ. ബാക്കി സെൽവോൾ എന്ന് പറയുന്ന സെല്ലുലോസും ആൽഗിനും കാണാം. 2 അൺഈക്വൽ ലാറ്ററൽ ആയിട്ടുള്ള ഫ്ലജല്ലാസ് ആണ് കാണുന്നത്. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ അത് സെയിം ആണ്. റൊഡോഫൈസി എന്ന് പറയുന്ന റോഡ്, ആർ ഓർക്ക, റെഡ് ആൽഗയാണ്. അവിടെ ക്ലോറോഫില്ല് എയും ഡിയുമാണുള്ളത്. അതുപോലെ ഫൈക്കോ എഴുത്തറാണെന്ന് ഓർത്ത് വെക്കുക. ഇനി സ്റ്റോർഡ് ഫുഡിലോ ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ആണ് നമ്മൾ കാണുന്നത്. സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ് കാണുന്നത്. ഹാബിറ്റാറ്റും അതുപോലെ തന്നെ ഫ്ലജല്ല ആബ്സെന്റ് ആണ്, പക്ഷേ ഹാബിറ്റാറ്റ് എല്ലാം കോമൺ ആയിട്ട് വരുന്നു. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് മിസ് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി നോൺ എസ് റെഡ് ആൽഗെ. റെഡ് ആൽഗെ നമ്മൾ പറയുന്നത് ഏതാണ്? റൊഡോഫൈസിയ ആണ്. അതുപോലെ നെയിം ദ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദിസ് ആൽഗെ. അത് നമ്മൾ ആൽഗയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. കെരാജിൻ ആണ് എന്ത്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ആൽഗെ എന്ന് പറയുന്നത്. ഇനി റിസർവ് ഫുഡ് ഓഫ് റൊഡോഫൈസിയ നമ്മൾ കണ്ടു, ഏതാണ്? ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ആണ് നമ്മുടെ റൊഡോഫൈസിയിലെ ഈ ഒരു റിസർവ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റൊഡോ ഡ എന്ന് വരുന്നുണ്ട്, ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ഡ എന്ന് വരുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി ഫ്ലോറിഡൈൻ സ്റ്റാർച്ച്. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. റിസർവ് ഫുഡ് ഇൻ ഫിയോഫൈസിയ. ഫിയോഫൈസിയയിൽ നമ്മൾ കണ്ടിരുന്നു, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? മാനിറ്റോൾ ആണ് കേട്ടോ, മാനിറ്റോൾ ആണ്. അതുപോലെ ലാമിനാറിനുമാണ് ഇത് ഫിയോഫൈസിയിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആൽജിൻ കാണുന്നത് ബ്രൗൺ ആൽഗയിലാണ്. അതുപോലെ കെരാജിൻ കാണുന്നത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഏതാണ്? റെഡ് ആൽഗയിലാണ്, റെഡ് ആൽഗയിലാണ്. ഇനി കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻസ് ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ഫില്ലിംഗ് എ ബി ആൻഡ് സി. ആ ടേബിൾ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഫിയോഫൈസിയ ക്ലോറോഫിൽ എ സിയും ഉണ്ട്. അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? ഫ്യൂക്കോക്സാന്തൻ അല്ലേ? യെസ്, ഫ്യൂക്കോക്സാന്തൻ ആണ്. ഇനി ഇവിടെ ക്ലോറോഫൈസിയെ ക്ലോറോഫിൽ എ ബി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എവിടെയാണ് പറയുന്നത്? അവിടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. ഇനി ഇവിടെ നോക്കാം, ക്ലോറോഫിൽ എയും ഡിയും അതുപോലെ ഫൈക്കോ എഴുത്തുന്നുണ്ട്. ഡി വരുന്നുണ്ട്, ഓർത്തോ അതാരാണ്? യെസ്, നമ്മുടെ റൊഡോഫൈസിയ ആണ്. പിന്നെ അവിടുത്തെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറിഡൈൻ സ്റ്റാർച്ചുമാണ്. ക്ലിയർ ആയാലോ? ഇതേപോലെ ടേബിൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. മിസ്സി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം 2023-22 ഇമ്പോർട്ടൻറ്റ് ഓണം എക്സാം അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി റൈറ്റ് എനി 2 ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ ആൽഗൽ ക്ലാസ് റൊഡോഫൈസിയ. റൊഡോഫൈസിയൻ്റെ മേജർ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതാണ്? കോമൺ നെയിം എന്ന് പറയുന്നത് എന്താണ്? റെഡ് ആൽഗെ ആണ്. പിഗ്മെന്റ്സ് എന്ന് പറയുന്നതോ ക്ലോറോഫിൽ എയും ഡിയും അതുപോലെ ഫൈക്കോ എരിത്രനുമാണ്. സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ആണ്. അപ്പം ഈ ഒരു ടേബിൾ പഠിച്ചാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരും. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഡൗട്ട് ഉള്ളത്, എവിടെയാണ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ അതെന്തായാലും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരുന്നുണ്ട്, ഏതാണെന്നറിയോ?
നമ്മുടെ ക്ലോറോഫൈസിയയിൽ ഏതൊക്കെയാണ് ഈ ഒരു പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്? ഓക്കെ, ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗയിൽ കാണുന്ന പിഗ്മെന്റ്സ് ഏതാണെന്നും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ബൈ ബൈ.